അദ്ദേഹം പറയാണ്, ഒരു മീനിങ്ങോട് കൂടി ജീവിച്ച ആളുകൾ, രക്ഷപ്പെടും എന്ന് വിചാരിച്ച ആളുകൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ പഴയതിനേക്കാൾ നല്ല അവസ്ഥയിലേക്ക് തിരിച്ചു ചെന്ന് ജോലിയും ശമ്പളവും കൃഷിയും എന്താണോ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതിലൂടെ അവരെങ്ങനെ രക്ഷപ്പെട്ടു. എന്നാൽ ഒരു മീനിങ്ങും ഇല്ല എന്ന് വിചാരിച്ച ആളുകളുണ്ടല്ലോ, ജീവിതത്തെ നെഗറ്റീവായിട്ട് കണ്ട ആളുകൾ, അവരങ്ങനെ വരുന്നു പോകുന്നു, സ്കൂളിലേക്കാണെങ്കിൽ വരിക പോവുക, പഠിക്കുന്നുണ്ടോ പഠിക്കുന്നൊന്നുണ്ടാവില്ല, പരീക്ഷയുള്ള കാര്യം തന്നെ ആരെങ്കിലും പറയുമ്പോഴാണ് അവരറിയുക, അല്ലേ? പറഞ്ഞറിയുന്ന ആളുകളാണ്, പഠിച്ചറിയുന്ന ആളുകളല്ല. ഇങ്ങനെയുള്ള ആളുകൾ എവിടെ എത്തൂല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അവനവൻ്റെ ഉള്ളിലൊരു പാഷൻ ഉണ്ടാവുകയാണ്, എന്തെങ്കിലും ആകണം എന്നുള്ളൊരു പാഷന്. അതെന്താവട്ടെ, നിങ്ങളുടെ ഉള്ളിലൊരു മ്യൂസിഷ്യനാണോ ഉള്ളത്, പാട്ട് പാടാനാണോ നിങ്ങൾക്ക് കഴിയുക, എത്താവുന്ന അത്രയും ഉയരങ്ങളിൽ എത്തിയ ഒരു പാട്ടുകാരനായി നിങ്ങൾ മാറുക എന്നുള്ളതാണ് ആ പാഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നന്നായി ചിത്രം വരയ്ക്കാനാണോ കഴിയുക, ഏറ്റവും നല്ല ചിത്രകാരനാകാൻ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആ പാഷൻ, മീനിങ്. നിങ്ങൾക്ക് പഠിക്കാനാണോ കഴിയുക, എത്ര വലിയ ജോലിയിലേക്കാണോ നിങ്ങൾക്ക് എത്താൻ കഴിയുക അത്രയും ഉയരങ്ങളിൽ നിങ്ങൾ എത്തുക എന്നുള്ളതാണ് ആ പാഷൻ. ഒരു പാഷൻ ഇല്ലാതെ ഒരാൾ എങ്ങനെ ജീവിക്കും? അതാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. ഒരു പാഷൻ ഇല്ലാതെ ഒരാൾ എങ്ങനെ ജീവിക്കും? ആ പാഷന് ഒരാളുടെ ഉള്ളിൽ കരുതി വെക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. കാരണം എന്താണെന്ന് അറിയോ, നിങ്ങളുടെ ഈ പ്രായം നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്ന പ്രായമാണ്. അറിയാലോ അല്ലേ? കുറച്ച് കാലം കഴിഞ്ഞ് അതൊക്കെ മാറും, ഈ ആഘോഷങ്ങളൊക്കെ ഇല്ലാതാവും. ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു ആനന്ദം ഉണ്ടല്ലോ, ആ ആനന്ദം ഇനി കുറയാണ് ചെയ്യുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വരും. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് പോലെ ഒന്നും ആലോചിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരുപാട് ആളുകളെക്കുറിച്ച് കൺസിഡർ ചെയ്യേണ്ടി വരും, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. ഇപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡത്തിൽ എങ്ങാനും നിങ്ങൾ വീണുപോയാൽ ഇത് ഫ്രീഡമല്ല എന്നും ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്ന സമയമാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും. ഈ എയിമിലേക്ക് നിങ്ങൾ എത്തേണ്ട പ്രായവും അങ്ങനെ ഒരു എയിം നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ട പ്രായമാണിത്. ഞാൻ ആരാകണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട സമയമാണ്. നിങ്ങളിപ്പോൾ എന്താണോ തീരുമാനിക്കുന്നത് നിങ്ങളതായിത്തീരും. നിങ്ങളിപ്പോൾ ആരോടാണോ കൂട്ടുകൂടുന്നത് അവരുടെ സ്വഭാവങ്ങൾ നിങ്ങളിലേക്ക് വരും. നിങ്ങളിപ്പോൾ എന്താണോ വായിക്കുന്നത് ആ പുസ്തകങ്ങൾ നിങ്ങളെ സ്വാധീനിക്കും. നിങ്ങളിപ്പോൾ എന്താണോ കാണുന്നത് അത് നിങ്ങളെ സ്വാധീനിക്കും. നിങ്ങളിപ്പോൾ കാണുന്ന സിനിമകൾ നിങ്ങളെ സ്വാധീനിക്കും. നിങ്ങൾ കേൾക്കുന്ന സംഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ അത് നിങ്ങളെ സ്വാധീനിക്കും. കാരണം ജീവിതത്തിൽ നിങ്ങളൊരു എന്താ പറയുക, ഒരു തീരുമാനമൊക്കെ എടുക്കാനായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയമാണ്. സത്യത്തിൽ അങ്ങനെ ആയിട്ടില്ല. അതുകൊണ്ടാണ് പാരൻസ് പലപ്പോഴും നിങ്ങളോട് നോ നോ എന്ന് പറയുന്നത്. ഈ സമയത്ത് പാരൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ നോ എന്ന് കേൾക്കുന്ന പ്രായമായിരിക്കും അത്, അല്ലേ? നമ്മുടെ അടുത്ത് വരുന്ന കുറേ കുട്ടികളെയും കൊണ്ടുവരുന്ന രക്ഷിതാക്കൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാറില്ല കേട്ടോ, കൗൺസിലിങ് ചെയ്തിരുന്ന കാലത്ത് അങ്ങനെ വരുമ്പോൾ ഈ പാരൻസ് പറയുന്ന കാര്യമാണ്, അവന് 10ാം ക്ലാസ് വരെയൊക്കെ ആൾ ഉഷാറായിരുന്നു, ഞങ്ങളോട് നല്ല അടുപ്പായിരുന്നു. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞോടുകൂടി ഞങ്ങളെങ്ങനെ വിടാൻ തുടങ്ങി. 7ാം ക്ലാസ് വരെയൊക്കെ അവന് ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. 7ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി അവന് ഞങ്ങളെങ്ങനെ വിടാൻ തുടങ്ങി എന്നൊക്കെ പറയും. അപ്പോൾ ഈ കുട്ടിയോട് നമ്മൾ ചോദിക്കുമ്പോൾ കുട്ടി പറയും, അതെന്താണെന്നറിയോ, എൻ്റെ പാരൻസ് എന്നെ തീരെ മനസ്സിലാക്കണില്ല. പിന്നെ ആരാണ് മോനെ അല്ലെങ്കിൽ ആരാണ് മോളെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അവൾ പറയും, അല്ലെങ്കിൽ അവൻ പറയും, എൻ്റെ ഫ്രണ്ട്സ് എന്നെ നല്ലോണം മനസ്സിലാക്കുന്നുണ്ട്. തന്നെ പറഞ്ഞത് ഫ്രണ്ട്സ് നല്ലോണം മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയും. എന്നിട്ടൊരു കാര്യം കൂടി പറയും, പക്ഷേ എൻ്റെ പാരൻസിന് എൻ്റെ ഫ്രണ്ട്സിനെ ഇഷ്ടമല്ലെന്ന് പറയും. എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എൻ്റെ ഫ്രണ്ട്സിനെ ഇഷ്ടമല്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ മനസ്സിലാക്കുന്ന ആളുകൾ എന്നൊക്കെ പറയും. സത്യത്തിൽ പാരൻസ് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലേ? അവർ നോ എന്ന് പറയുന്നത് എന്തിനാന്ന് പോലും നിങ്ങൾക്കറിയാം. നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല എന്നറിയാലോ, അല്ലേ? അപ്പം നിങ്ങളുടെ വീട്ടിൽ ചെറിയ അനിയത്തിയോ അല്ലെങ്കിൽ അനിയനൊക്കെ ഉണ്ടാവില്ല, ചെറിയ നഴ്സറി പോലും പോകാനായിട്ടില്ല, അത്രയും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. ആ കുട്ടി ഒരു ദിവസം അടുക്കളയിൽ ഇങ്ങനെ വന്നിട്ട് അവിടെ ഏറ്റവും മൂർച്ചയുള്ള കത്തി കയ്യിലെടുത്ത്, ഏറ്റവും മൂർച്ചയുള്ള കത്തിയാണ്, പക്ഷേ ഇപ്പോൾ ആ കത്തി മൂപ്പരുടെ കയ്യിലാണ്, ആ കുട്ടിയുടെ കയ്യിലാണ്. നിങ്ങളെങ്ങനെയാണ് അത് വാങ്ങുക? ദേഷ്യപ്പെടുമോ? പിടിച്ചു വാങ്ങുമോ? പിന്നെ സോപ്പിടുക ചെയ്യാം, അല്ലേ? നമ്മൾ സോപ്പിടുകയല്ലേ ചെയ്യാം.
എന്താ പറയുക, മയത്തിലാണ് അല്ലേ. കക്കൻ്റെ കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വാങ്ങുക. ഇല്ലെങ്കിലോ നമ്മൾ പിടിച്ചു വാങ്ങിയാൽ എന്ത് സംഭവിക്കും? മുറിവാകും. ഇത് ആർക്കറിയില്ല? മൂപ്പർക്ക് അറിയില്ല. ആ കുട്ടിക്ക് അറിയില്ല അത് അപകടമാണെന്ന്. ആ കുട്ടിക്ക് അറിയില്ല. ഞാൻ രക്ഷിതാക്കളോട് പറയണേ, ആ കുട്ടിക്ക് അറിയില്ല അത് അപകടമാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് വാങ്ങുക? ഏറ്റവും മയത്തിലാണ് അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങുക അല്ലേ. ഇതേ കുട്ടി തന്നെയാണ് വലിയ കുട്ടിയാവുന്നത്. അവൻ്റെ കൗമാരത്തിലും അവൻ്റെ +2 സമയത്തും അവൻ്റെ SSLC സമയത്തും ഒക്കെ അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഓരോ കത്തി ഉണ്ടാവും. അവൻ ചെന്നെടുത്ത കത്തിയാണ്. അത് തെറ്റായ കൂട്ടുകെട്ടുകളാവാം, തെറ്റായ ശീലങ്ങളാവാം, ലഹരിയാവാം, വേണ്ടാത്ത ചങ്ങാതിമാരാകാം. ഇതൊക്കെ ആ കത്തിയാണ്. അവൻ അറിയില്ല അത് മൂർച്ചയുള്ളതാണ് എന്നും അത് പൊള്ളുന്നതാണ് എന്നും അത് മുറിവാകുന്നതാണെന്നും മൂപ്പർക്ക് അറിയില്ല. നമ്മളെങ്ങനെയാണ് അത് വാങ്ങേണ്ടത്? ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെയാണോ വാങ്ങിയത് അങ്ങനെ തന്നെ വാങ്ങേണ്ടി വരും. അതാണ് ആ പാട്ട്. കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ, കേട്ടില്ലേ? ബാലേട്ടനിലെ പാട്ടാണ്. അച്ഛൻ മരിച്ചു, മകൻ പാടുകയാണ്. കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. എനിക്കെൻ്റെ ഉപ്പ മരിച്ചപ്പോഴാണ് ശരിക്കും അത് മനസ്സിലായത്, ആ പാട്ടിൻ്റെ അർത്ഥം. കുഞ്ഞിക്കാലടി ഓരടി ഇങ്ങനെ തെറ്റുമ്പോഴേ കൈ തന്ന് കൂടെ വന്നോ വാപ്പയും ഉമ്മയും. ഈ കുഞ്ഞിക്കാലടി ചെറിയ കുട്ടിയാകുമ്പോൾ മാത്രമല്ല തെറ്റുക, കൗമാരത്തിലും ചെറുപ്പത്തിലും എന്താ പറയുക യൗവനത്തിലും SSLC സമയത്തും +2 സമയത്തുമൊക്കെ ഈ കാലടി ഇങ്ങനെ തെറ്റിപ്പോകുന്നുണ്ട്. അവനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരേണ്ടത് സ്നേഹത്തോടെ തന്നെ പിടിച്ചു കൊണ്ടുവരേണ്ടി വരും. ഇതാണ് ഒരു രക്ഷിതാവിന് കുട്ടികളോട് ചെയ്യാനുള്ള ഏറ്റവും മഹത്തായ കാര്യം. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മൾ ആരെ സ്നേഹിക്കുമ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷനൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാലേ അവരിങ്ങോട്ട് സ്നേഹിക്കുള്ളൂ അല്ലേ. അങ്ങോട്ട് റിപ്ലൈ ചെയ്യാൻ വൈകിയാൽ പോലും ആ സ്നേഹം കുറയുന്നത് കാണാം അല്ലേ. പക്ഷെ ഒരു കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന രണ്ടേ ആളുകൾ ഈ ലോകത്തുള്ളൂ. അതാരാന്നറിയോ നിങ്ങൾക്ക്? പാപ്പയും അമ്മയാണ്. ഒരു സംശയം വേണ്ട. മാത്രമല്ല അവർക്ക് നമ്മളൊന്നും ചെയ്തു കൊടുക്കൊന്നും വേണ്ട, അവർ ഹാപ്പി ആവാന്. അപ്പോൾ ആർക്കാണെങ്കിലും നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുത്താലല്ലേ അവർ ഹാപ്പി ആവുള്ളൂ. പക്ഷെ വാപ്പക്കും ഉമ്മക്കും നമ്മളൊന്ന് നന്നായാൽ മതി, അവർ ഹാപ്പി ആവും. അവർക്കൊന്നും കിട്ടുമൊന്നും വേണ്ട. അച്ഛനും അമ്മയ്ക്കും നമ്മളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്തു കൊടുക്കൊന്നും വേണ്ട, നമ്മളൊന്ന് നന്നായി കണ്ടാൽ മതി, അവർ ഹാപ്പി ആവും. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് ചോദിച്ചു, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് എന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് എന്താണ്? സങ്കടമാണ് ഏതൊരു മനുഷ്യനും കൂടുതലുള്ളത് അല്ലേ. സന്തോഷം എപ്പോഴെങ്കിലും വരുന്ന ഒരാൾ മാത്രമാണ്. സങ്കടം നമ്മുടെ വീട്ടിലുള്ള ആളാണ്, അയാളെപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആലോചിച്ചു എപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത്. കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചപ്പോഴേക്കും അതിൻ്റെ ഉത്തരം കിട്ടി. ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് എന്താണെന്നറിയോ? അതാരോട് പറയാൻ പോലും പറ്റുന്നില്ല അന്ന്. അതാണ്. വേറെയുള്ള സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ പറ്റുമല്ലോ. എൻ്റെ ഉപ്പ മരിച്ചത് 2015 ഉമ്മ 2013 മരിച്ചു. ഉപ്പ 2015 മരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, 3-4 മാസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം വാട്സാപ്പിലെ കോണ്ടാക്റ്റ് ഇങ്ങനെ നോക്കുകയാണ് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ കോണ്ടാക്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പാൻ്റെ നമ്പറിൽ ആരോ വാട്സാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഫോട്ടോ നോക്കിയപ്പോൾ എനിക്ക് അറിയാത്തൊരാളാണ്. കാരണം എന്താണെന്നറിയാം, കുറച്ച് കാലം ഒരാളൊരു നമ്പർ ഉപയോഗിക്കാതിരുന്നാൽ കമ്പനി അത് വേറെ ആൾക്ക് കൊടുക്കും. അങ്ങനെ ആർക്ക് കൊടുത്തതാണ്. സ്വാഭാവികമായിട്ടും ആ നമ്പർ ഇപ്പോൾ അയാളുടെ നമ്പറാണ്, അയാളതിൽ വാട്സാപ്പ് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇനി ആ നമ്പർ എൻ്റെ ഫോണിൽ വെക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ഏത് നമ്പറാണ് ഡിലീറ്റ് ചെയ്തത്. ഇപ്പാന്നാണ് ഞാൻ എൻ്റെ ആ പേര് സേവ് ചെയ്തിരുന്നത്, ഉപ്പാൻ്റെ പേര് സേവ് ചെയ്തിരുന്നത്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഉപ്പാന്ന് വിളിച്ചിട്ടില്ല, ഇപ്പാന്നേ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പാന്നുള്ള പേരിലാണ് സേവ് ചെയ്തത്. ഇപ്പാന്നുള്ള ആ നമ്പറിൽ നിന്ന് ആയിരക്കണക്കിന് പ്രാവശ്യം എൻ്റെ ഫോണിലേക്ക് എന്നെ തേടി വന്നതാണ് വിളികൾ. ഇനി അങ്ങനെ ഒരാൾ വിളിക്കില്ല എന്ന് മാത്രമല്ല, ഇനി ആ നമ്പർ പോലും എൻ്റെ ഫോണിലില്ല. അപ്പോഴാണ് ശരിക്കും കണ്ണ് നിറഞ്ഞു പോയത്. അതുകൊണ്ട് ഉപ്പ കോളിംഗ് അല്ലെങ്കിൽ അച്ഛൻ കോളിംഗ്, ഫാദർ കോളിംഗ് എന്ന് നിങ്ങളുടെ ഫോണിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്, ഒരു സംശയം വേണ്ട. കാരണം അത് കൊതിക്കുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ട്.
അച്ഛൻ കോളിങ് അല്ലെങ്കിൽ അമ്മ കോളിങ് എന്നിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ആളുകളുണ്ട് ലോകത്ത്. അങ്ങനെ ഒരു അവസ്ഥയിലല്ല നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർ നമ്മൾ കാരണം ഹാപ്പി ആവണം എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതിനെന്ത് വേണമെന്ന് അറിയാം നിങ്ങൾ, നമുക്കൊരു മിഷൻ ഉണ്ടാവണം, നമ്മളെവിടെയെങ്കിലുമൊക്കെ എത്തണം. കാരണം നമ്മളെവിടെയെങ്കിലും എത്താനുള്ള ഒരു ശക്തിയും അഗ്നിയും നമ്മുടെ ഉള്ളിൽ നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവം തന്നെ നിക്ഷേപിച്ചു തന്നിട്ടുണ്ട്. ആ എയിം നമ്മൾ കാണാതെ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ആ എയിമിലേക്ക് എത്താൻ നമുക്ക് തടസ്സമായി ചില കാര്യങ്ങളെ നമ്മൾ തന്നെ കൊണ്ടുവന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് പലപ്പോഴും സംഭവിക്കുക, അല്ലേ? നമ്മൾ എത്തേണ്ട ഒരു എയിമിൽ നിന്ന് നമ്മളെ പിടിച്ചു വലിക്കുന്നത് പലപ്പോഴും എന്തായിരിക്കും? നമ്മൾ ഉണ്ടാക്കി വെച്ച മതിലുകൾ തന്നെയായിരിക്കും, അല്ലേ? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നാറുള്ളത് പ്രണയമാണ്. പ്രണയമാണോ സൗഹൃദമാണോ നല്ലത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? സൗഹൃദം. വെരി ഗുഡ്. ഒരു കൈ അടിക്കും നിങ്ങൾ കൈയടിച്ചത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ. കാരണം എന്താണെന്ന് പറയുക, നിങ്ങൾ ഉയരെ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരുന്നല്ലേ? അത് കണ്ടാൽ ശരിക്കും മനസ്സിലാവും. ആസിഫ് അലിയുടെ കഥാപാത്രത്തിൻ്റെ ഉള്ളിലുള്ളത് പ്രണയമാണ്, ടോവിനോയുടെ കഥാപാത്രത്തിൻ്റെ ഉള്ളിലുള്ളതോ സൗഹൃദമാണ്. പ്രണയം ആ പെൺകുട്ടിയുടെ ചിറകുകൾ അരിയാനാണ് ശ്രമിച്ചത്, സൗഹൃദം ആ പെൺകുട്ടിക്ക് പുതിയ ചിറകുകൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് എൻ്റെ പ്രത്യേകത. പ്രണയം കുപ്പിയിലടച്ചിട്ട കുറച്ച് വെള്ളമാണെങ്കിൽ സൗഹൃദം ഒരു സമുദ്രമാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ആ കുപ്പിയിലടച്ചിട്ട വെള്ളം നല്ല കളർ വെള്ളമൊക്കെയാണ് കേട്ടോ, കാണാൻ ഭയങ്കര രസമുള്ള വെള്ളമാണ്. പക്ഷെ കുപ്പിയിലടച്ചിട്ട വെള്ളമാണ്. നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അയാളൊന്ന് മിണ്ടിയിട്ടില്ലെങ്കിൽ, അയാളൊന്ന് റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, നീല ടിക്കുകൾ വന്നിട്ടും അയാളൊന്ന് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അയാളെ നമ്മളെ ഒന്ന് അവഗണിച്ചാൽ, അയാൾ വേറൊരാളോട് സംസാരിച്ചാൽ ഒക്കെ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. സത്യത്തിൽ നമ്മുടെ എനർജി മുഴുവനും നമ്മളൊരൊറ്റ ആളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിൻ്റെ പേരാണ് പ്രണയം. ആ എനർജി മുഴുവനും ഒരുപാട് ആളുകളിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടാവണ നമ്മൾ ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം നിങ്ങൾ, പ്രണയത്തിലേക്ക് മനുഷ്യന്മാർ വീണു പോകുക ചെയ്യുക. അങ്ങനെ തന്നെയാണ് പ്രയോഗവും. ഫാളിങ് ഇൻ ലവ് എന്നാ പറയുക. ഫാളിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ് വീഴുന്ന. അവിടുന്ന് ആരും എഴുന്നേറ്റ് വന്നിട്ടില്ല, എല്ലാവരും വീണ് കിടക്കുകയാണ്. വീണ് കിടക്കുകയാണ് ചെയ്യാമെന്നറിഞ്ഞാലും ആളുകൾ പിന്നെയും പോയിട്ട് അവിടെ വീഴുകയും ചെയ്യും, അല്ലേ? പൊറോട്ട കഴിക്കുന്ന പോലെയാണ്. ഇന്നാൾ ആരോ പറഞ്ഞില്ലേ, പൊറോട്ട കേടാന്ന് എല്ലാവർക്കും പറയാം, എന്നാലും കഴിക്കുമെന്ന് പറഞ്ഞില്ലേ? ഇതേപോലെയാണ്. ഈ ഒരു അവസ്ഥയിൽ എങ്ങാനും നിങ്ങൾ വീണു പോയാലുണ്ടല്ലോ, സംഭവിക്കുന്ന എന്തായിരിക്കും എന്നറിയാം നിങ്ങൾ, നിങ്ങളുടെ പല ലക്ഷ്യങ്ങളിൽ നിന്നും അത് നിങ്ങളെ പിറകോട്ട് കൊണ്ടുപോകും. പക്ഷെ നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഉയരങ്ങളിലേക്ക്, പുതിയ ഉയരങ്ങളിലേക്ക്, പുതിയ ആകാശങ്ങളിലേക്ക് നിങ്ങളെ സൗഹൃദങ്ങൾ നിങ്ങളെങ്ങനെ പറത്തുകയാണ് ചെയ്യുക. അതാണ് എൻ്റെ പ്രത്യേകത.